ഹലോ, വെൽക്കം ബാക്ക് ടു ponnuseasycooking. ഇന്ന് നമ്മളൊരു ഓറഞ്ച് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഓറഞ്ച് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ എടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ പാത്രവും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ തൽക്കാലം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പുറത്തേക്ക് നമ്മളിവിടെ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ സാധാരണ A4 ഷീറ്റിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണുക. എന്നിട്ട് അതിൻ്റെ പുറത്തേക്കും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വയ്ക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ചെയ്യുന്ന ട്രേ ആണെങ്കിൽ സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻ്റൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പ്ലേറ്റിൻ്റെ പുറത്തേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധാരണ ഒരു ഗ്ലാസ്സാണ് ഞാൻ എടുക്കുന്നത് മെഷർമെൻറ്റിന്. നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്സൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ മാവ് അതിലേക്ക് നിറച്ച് കൊടുക്കുവാണ് കറക്റ്റായിട്ട്. എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു അളവ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതേ നിറച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്തിട്ട് വേണം മാവ് എടുക്കുവാനായിട്ട്. അപ്പോൾ ഈ കറക്റ്റ് ഒരു 1.5 കപ്പ് നമ്മൾ മൈദയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സെയിം ഇതേ ഗ്ലാസ് കൊണ്ട് തന്നെയാണ് നമ്മൾ മെഷർ ചെയ്തിട്ടുള്ളത്. കണ്ടോ, കറക്റ്റ് 1.5 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അളവ് കോൺ സ്റ്റാർച്ച് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം അളവ് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂണോളം അളവ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ് കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഈ ഡ്രൈ ആയിട്ടുള്ളതെല്ലാം നമ്മളൊരു 3 പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ചെടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് ഒരിതും ഇല്ലാണ്ട് കട്ടയൊന്നും ഇല്ലാണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ദേ ഞാനിത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു സൈഡിലേക്ക് ഇനി മാറ്റി വയ്ക്കുവാണ്. അടുത്ത് ഞാനിവിടെ ഒരു ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഓറഞ്ചിൻ്റെ ഈ മേളിലുള്ള ആ ഒരു ഓറഞ്ച് പാർട്ട് മാത്രം നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം, അതിൻ്റെ തൊലി. അല്ലെങ്കിൽ ജസ്റ്റ് കത്തി കൊണ്ട് അടിയിലത്തെ ആ വൈറ്റ് പാർട്ട് വരാൻ പാടില്ല കേട്ടോ. അത് വന്നാൽ ഒത്തിരി നന്നായിട്ട് ഒരു കയ്പ്പ് രസം നമുക്ക് ഫീൽ ചെയ്യും കേക്കിനൊക്കെ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് മേളിലുള്ള ആ ഓറഞ്ച് പാർട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതേ ഞാൻ അത്യാവശ്യം എല്ലാം നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് ഞാൻ ഒട്ടും നനവില്ലാത്ത ഒരു ബൗളും വിസ്കും എടുത്തു വെച്ചിട്ടുണ്ട്. ഒട്ടും നനവ് പാടില്ല കേട്ടോ. എന്നിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയാണ് നമുക്ക് വേണ്ടത്. ആ 3 മുട്ടയും നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്ററിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മിക്സി ഉണ്ടെങ്കിൽ മിക്സിയിൽ വെച്ചിട്ട് ഈ മുട്ട ഒന്ന് അടിച്ചെടുത്തിരുന്നാലും മതിയാവും. അപ്പോൾ ദേ ഈ മുട്ട ഞാൻ ഈ ഹാൻഡ് വിസ്ക് കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ദേ അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. അടുത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 1 ടീസ്പൂണോളം അളവ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. കളറോട് കൂടി മിക്സ് ചെയ്തിട്ടുള്ള എസൻസ് കിട്ടും, അത് യൂസ് ചെയ്യാം. അടുത്ത് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് സാധാരണ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുമ്പോഴേക്കും മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ തൈര് കളയുന്ന രീതിക്ക് അത്യാവശ്യം ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ നന്നായിട്ടൊരു വൈറ്റ് കളർ ആവുന്ന വരെ നന്നായിട്ടൊരു ക്രീമി ടെക്സ്ചർ വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. സൺഫ്ലവർ ഓയിൽ ഒരു 1/2 ഗ്ലാസ്സിന് ഒരു 2 ടേബിൾ സ്പൂൺ കുറവായിരിക്കും. അല്ലെങ്കിൽ 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് 1 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സൺഫ്ലവർ ഓയിൽ എല്ലാ ഭാഗത്തേക്കും വരത്തക്ക രീതിക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിലേക്ക് നമ്മൾ ആ ഓറഞ്ചിൻ്റെ തൊലി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഏറൗണ്ട് ഒരു വലിയൊരു ടേബിൾ സ്പൂൺ കാണും കേട്ടോ. ആ ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി അടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ഓറഞ്ചിൻ്റെ ഒരു ജ്യൂസ് ഞാൻ മിക്സിയിലെ ചെറിയ ജാറിൽ ഇട്ടിട്ട് ജസ്റ്റ് അടിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ള ജ്യൂസാണ്. ഈ ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഓറഞ്ചിൻ്റെ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലി കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് കാരണം. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് ഞാനിവിടെ ഓറഞ്ച് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ കളറോട് കൂടിയുള്ള എസൻസ് കിട്ടും, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് അത്യാവശ്യം നന്നായിട്ട് നമ്മളൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അടുത്തിതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഈ മാവൊന്ന് മിക്സാക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഫോൾഡ് ചെയ്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് മാവ്. കാരണം മുട്ട നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മുടെ ആ മാവെല്ലാം ചേർത്തിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇടയ്ക്ക് കട്ടയായിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ആ ഓറഞ്ചിൻ്റെ ആ തൊലിയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുമ്പോൾ ഈ ബട്ടർ പേപ്പർ ഇടേണ്ട ഒരു ആവശ്യമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ മാവെല്ലാം നമ്മൾ നന്നായിട്ട് ആ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബാറ്റർ തയ്യാറാക്കുന്ന സമയം ഞാനൊരു നമ്മുടെ അയണിൻ്റെ ദോശത്തവയുണ്ടല്ലോ, അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതിൻ്റെ പുറത്തേക്കാണ് നമ്മളിത് വെച്ച് കൊടുത്തിട്ട് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു കറക്റ്റായിട്ടുള്ള ലിഡ് കൊണ്ട് തന്നെ അടച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ പുറത്തേക്ക് ഇടികല്ലുണ്ടല്ലോ, നമ്മൾ ഇഞ്ചിയൊക്കെ തല്ലുന്ന ആ ഇടികല്ലൂടെ ഞാൻ ഒരു വെയിറ്റിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട്, ഫ്ലെയിം മീഡിയമും പോകണ്ട കേട്ടോ, ലോ ടു മീഡിയമിൻ്റെ ഇടയിലൊന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ദേ നമ്മളൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പട കുത്തിയോ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുവാണ്. അപ്പോൾ അതിലൊന്നും ആയിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് അനുവദിച്ചിട്ട് വേണം നിങ്ങൾ ഇളക്കാനായിട്ട്. ഞാൻ പക്ഷേ ചൂടോടുകൂടി തന്നെ വീഡിയോ ആയതുകൊണ്ട് ചൂടോടുകൂടി തന്നെ അതിൽ നിന്നൊന്ന് റിമൂവ് ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കമത്തി കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓറഞ്ച് കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിത് നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ കേക്ക് ഇഷ്ടപ്പെടും. മുതിർന്നവർ മുതൽ നമ്മൾ ചായയൊക്കെ കുടിക്കുമ്പോൾ ഒരു പീസ് കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ല ചൂട് തന്നെയുണ്ട്. ഞാൻ തണുക്കാൻ അനുവദിച്ചിട്ടില്ല. ഞാൻ ചൂടോടുകൂടി തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങളൊക്കെ സെർവ് ചെയ്യുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് സെർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് ആവി തന്നെ അതൊന്ന് പോകുന്നുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും നല്ല സ്പോഞ്ചി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.